നമസ്കാരം. ഏറെ ഞെട്ടലോടെയാകാം ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ നമുക്ക് സുപരിചിതനായ രാജേഷ് കേശവ ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന വാർത്ത നാം കേട്ടത്. നേരിട്ടും ടി വിയിലൂടെയുമൊക്കെയായി നാം കണ്ട RK, അതായത് രാജേഷ് കേശവ് എന്ന RK ഊർജ്ജസ്വലനായിരുന്നു. ചടങ്ങിരിക്കുന്ന ഓഡിയൻസിനെ ഉണർത്താൻ പ്രത്യേക കഴിവുള്ളയാൾ. വേദിയിൽ പതറി നിൽക്കുന്ന സെലിബ്രിറ്റികളെ പോലും ആക്റ്റീവാക്കാനും രാജേഷിന് പ്രത്യേക കഴിവുണ്ട്. അത്രയും എനർജി നൽകുന്ന രാജേഷിനെ തേടിയാണ് അപ്രതീക്ഷിത ഹൃദയാഘാതം എത്തുന്നത്. ആരോഗ്യ ദൃഢഗാത്രനായി പ്രേക്ഷകർക്ക് മുന്നിൽ നിറങ്ങി നിന്ന അവതാരകന്റെ തിരിച്ചുവരവനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് മലയാളികൾ. സ്നേഹത്തോടെ രാജേഷ് കേശവിനെ പ്രേക്ഷകരും പ്രിയപ്പെട്ടവരും വിളിക്കുന്നതാണ് RK എന്ന്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ RK ചികിത്സയിൽ തുടരുന്നത്. അദ്ദേഹം ഹോസ്റ്റ് ചെയ്ത ഷോകൾ, ഇന്റർവ്യൂകൾ അങ്ങനെ യൂട്യൂബിൽ പരതിയാൽ തന്നെ ഈ 47-കാരൻ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഏത് വമ്പൻ സെലിബ്രിറ്റി മലയാളക്കരയിലേക്ക് വന്നാലും അവിടെ രാജേഷിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. RK ഉണ്ടെങ്കിൽ ഷോ ഡയറക്ടർക്ക് പകുതി ആശ്വാസമാണ് എന്നാണ് പൊതുവെ പറയാറ്. കാരണം എങ്ങനെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന കൃത്യമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അവതാരകനായി നമ്മുടെ മനസ്സിലേക്ക് രാജേഷ് കടന്നുകൂടിയത് തീവ്രമായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ്. വളരെ ഇൻട്രോവേർട്ടായ ഒരാളായിരുന്നു കുട്ടിക്കാലത്ത് താനെന്ന് ഒരിക്കൽ രാജേഷ് പറഞ്ഞിരുന്നു. എല്ലാം കാണുന്ന, സ്വയം എൻ്റർടൈൻ ചെയ്യുന്ന ഒരാൾ. വെസ്റ്റേൺ ഡാൻസിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന രാജേഷ് അങ്ങനെയാണ് ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നത്. അഭിനയവും എഴുത്തും ഡയറക്ഷനും ഒക്കെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു രാജേഷ്. പോക്കറ്റ് മണിക്ക് വേണ്ടി ഷോകൾ ചെയ്തിരുന്ന രാജേഷ് പിന്നീട് വലിയ ശമ്പളമുണ്ടായിരുന്ന ആ ജോലി രാജിവെച്ച് ഫുൾ ടൈം ആങ്കറിങ്ങിലേക്ക് ഇറങ്ങി തിരിച്ചു. താരങ്ങൾക്കൊപ്പമുള്ള ചുരുക്കം ചില നിമിഷങ്ങൾ ഏറെ ആസ്വദിച്ച രാജേഷ് പിന്നീട് ലെജൻഡറി ആർട്ടിസ്റ്റുകളുടെയും അഭിമുഖം ചെയ്തു. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര, അരവിന്ദ് സ്വാമി, കാർത്തി, അങ്ങനെ ഒട്ടേറെ പേർ. രാജേഷ് അഭിമുഖമെടുക്കാത്ത താരങ്ങൾ വളരെ കുറവാണ്. കുറേ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലും രാജേഷിന് പറയാനുള്ളത് ഒരുപക്ഷെ താരങ്ങൾക്കൊപ്പമുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തന്നെയാകും. വലിയ വലിയ സ്റ്റേജ് ഷോകൾ ഹോസ്റ്റ് ചെയ്ത രാജേഷ് ഓരോ ഷോയെയും തൻ്റെ പാഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും താരങ്ങൾ വന്നാലും അവരെയൊക്കെയും രാജേഷ് ഹാൻഡിൽ ചെയ്യുന്നൊരു രീതിയുണ്ട്. തമിഴും തെലുങ്കും ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യും. അതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും രാജേഷിന് സാധിച്ചിട്ടുണ്ട്. ആളുകളെ ആവേശത്തിലെത്തിക്കാൻ അലറി വിളികളോ കൂക്കി വിളിച്ച് ഒച്ചയുണ്ടാക്കലോ അല്ല രാജേഷിൻ്റെ ആ ഒരു ശൈലി. കണ്ടുമറന്ന ക്ലീഷേ അവതരണ ശൈലിയിൽ നിന്നും വേറിട്ട കയ്യൊതുക്കം കൊണ്ടും മിതത്വം പാലിച്ചും കൈകാര്യം ചെയ്യുന്ന RK ശൈലിക്ക് നിറയെ ആരാധകരുണ്ട്. പ്രശസ്തരും അതിപ്രശസ്തരുമായ എത്രയെത്ര ഇതിഹാസങ്ങൾക്കൊപ്പമാണ് ബഹുഭാഷാ പ്രാഗൽഭ്യവുമായി രാജേഷ് തോളുരുമി നിന്നിട്ടുള്ളത് എന്ന് പോലും വ്യക്തമല്ല. ബഹുഭാഷാ പ്രാഗൽഭ്യവുമായി രാജേഷ് തോളുരുമി നിന്നിട്ടുള്ളത് എന്ന് പോലും വ്യക്തമല്ല. അത്രയും വേദികളിൽ രാജേഷ് തിളങ്ങി നിന്നു. ഇനിയും ഒരുപാട് വേദികൾ പങ്കിടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വരവിനായി കുടുംബവും സുഹൃത്തുക്കളും അക്ഷമരായി കാത്തിരിക്കുകയാണ്.